എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 26 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി നടപ്പിലാക്കുന്ന അന്ത്യോദയ അന്ന യോജന AAY മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 2013 ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം മൻമോഹൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയമം ഭേദഗതി വരുത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. നിലവിലെ നിയമപ്രകാരം മഞ്ഞ റേഷൻ കാർഡുള്ള ഓരോ കുടുംബത്തിനും എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് പരിഗണന ഇല്ലാതെ തന്നെ 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതിയ പരിഷ്കാരം വരുന്നതോടുകൂടി ഈ രീതി മാറും. ഇനി മുതൽ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും 7 കിലോഗ്രാം ഭക്ഷ്യധാന്യമായിരിക്കും അനുവദിക്കുക. സംസ്ഥാനത്തിനുള്ള അരിയുടെ അളവിനെ അത് കാര്യമായി ബാധിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് നാളെയാണ് മുഹറം അവധി നൽകിയിട്ടുള്ളത്. മുഹറം 10 ഇന്ന് അവസാനിച്ചു എങ്കിലും അവധി ദിനം നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും സർക്കാർ കലണ്ടറിൽ നിന്നും മാറ്റാതിരിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും ബാങ്കുകളും അവധിയായിരിക്കും. തുടർച്ചയായിട്ടുള്ള 3 അവധികളാണ് ബാങ്കിന് വരുന്നത്. 4ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതലാണ് വീണ്ടും ബാങ്ക് സജീവമാകുക. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ ഹോർമോസ് കടലിടുക്ക് തുറക്കുമ്പോൾ രാജ്യത്തെ അത് വലിയ ആശ്വാസമാകുകയാണ്. പാചകവാതക സിലിണ്ടറിൽ വാണിജ്യ സിലിണ്ടറിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. യുദ്ധത്തിന്റെ മുമ്പുണ്ടായിരുന്നതുപോലെ വിതരണം നടത്താമെന്ന് കാണിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം കത്തയച്ചു. ഹോർമോസ് കടലിടുക്കിലൂടെയുണ്ടായിരുന്ന കപ്പൽ സഞ്ചാരം സാധാരണ നിലയിലേക്ക് എത്തിയതോടെയാണ് രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിയിലും പരിഹാരമാകുന്നത്. ഹോർമോസ് കടന്ന LPG ടാങ്കർ LNGC ദിശ ഗുജറാത്ത് തീരത്തെത്തിയിരുന്നു. ഖത്തറിൽ നിന്നും 62,370 ടൺ LNG ആണ് ടാങ്കറിൽ ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തും. ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് ഇപ്പോൾ നിയന്ത്രണത്തിൽ ഇളവ് വന്നിട്ടുള്ളത്. ഇത് വലിയ ആശ്വാസമാകും. പാചകവാതകത്തിന് നിയന്ത്രണം വന്നതിനെ തുടർന്ന് രാജ്യത്തെ ഹോട്ടൽ വ്യവസായം പാടെ തകർന്ന അവസ്ഥയിലായിരുന്നു. മാത്രമല്ല വൻതോതിലുള്ള വിലയും വർദ്ധിച്ചിരുന്നു. വാണിജ്യ സിലിണ്ടറിന് 1,500 നിന്നും 3,000 മുകളിലേക്ക് എത്തിയ സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ജൂലൈ 1 കുറച്ചേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. വാണിജ്യ സിലിണ്ടറിന് മാത്രമല്ല ഗാർഹിക സിലിണ്ടറിനും വില കുറച്ചേക്കും എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. അതേസമയം ഗാർഹിക സിലിണ്ടറിനുള്ള നിയന്ത്രണത്തിൽ ഇളവ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിങ്ങിന് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊരു ഇളവ് വരും. അതുപോലെ തന്നെ KYC ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂൺ 30 മുമ്പ് KYC ചെയ്യാത്തവരുടെ സബ്സിഡി നിർത്തലാക്കിയേക്കും എന്നുള്ള വിവരമാണുള്ളത്. രാജ്യത്ത് പാസ്പോർട്ടിന് ഇനി ചിലവേറും. അപേക്ഷാ ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2,500 രൂപയും 15 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് 1,750 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 3,500 രൂപയും തൽക്കാലിന് 5,000 രൂപയുമാക്കിയിട്ടുമാണ് ഉയർത്തിയിട്ടുള്ളത്. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിൽ കാരണം പണയ സ്വർണത്തിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തുകയാണ് മിക്ക ദേശസാൽകൃത ബാങ്കുകളും. മറ്റു ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം ഉപഭോക്താക്കൾക്കായി ബാങ്ക് തുക ചെലവഴിച്ച് ടേക്ക് ഓവർ ചെയ്യുകയും പിന്നീട് ഈ ബാങ്കിലേക്ക് അത് പണയമായി മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് താൽക്കാലികമായി പല ബാങ്കുകളും നിർത്തിവച്ചിരിക്കുന്നത്. മറ്റു ബാങ്കുകളിലും പണമിടപാട് സ്ഥാപനങ്ങളിലും പണയം ഇരിക്കുന്ന സ്വർണം ഉപഭോക്താവ് നേരിട്ട് എടുത്ത് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുന്ന പദ്ധതി മാത്രമാണ് ഇപ്പോഴുള്ളത്. സ്വർണവില ഉയർന്നു നിൽക്കുന്ന സമയത്ത് അന്നത്തെ നിരക്കിന്റെ അടിസ്ഥാനത്തിലുള്ള തുകയാണ് പലപ്പോഴും വായ്പ എടുക്കാറുള്ളത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പരമാവധി തുക നൽകും എങ്കിലും പലിശ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വായ്പ എടുത്ത സമയത്തെ തുകയും അതിന്റെ പലിശയും ഉപഭോക്താവ് അടച്ചില്ല എങ്കിൽ അത് ബാങ്കുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നുണ്ട്.
ഈ സാഹചര്യത്തിലാണ് മിക്കവാറും ബാങ്കുകളും ഗോൾഡ് ലോണും പലിശയും ചേർത്തുള്ള ടേക്ക് ഓവർ സംവിധാനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. കൂടുതൽ ബാങ്കുകളും വരും ദിവസങ്ങളിൽ ഈ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികമായി അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ഉയർന്ന പലിശയാണ് എങ്കിൽ പോലും കൂടുതൽ തുക ലഭിക്കും എന്ന് കണ്ടാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പലരും പണയം വെക്കുന്നത്. പലിശ ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യം വന്നാൽ സ്വർണം തിരിച്ചെടുക്കാൻ ഭീമമായ തുക നൽകേണ്ടി വരികയും ചെയ്യും. ഉദാഹരണത്തിന് 24% വാർഷിക പലിശയിൽ പണയം എടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവിടങ്ങളിൽ 1 ലക്ഷം രൂപക്ക് സ്വർണം വായ്പയെടുത്താൽ 1 വർഷത്തെ വായ്പ കാലാവധി കഴിയുമ്പോൾ 1,24,000 രൂപ അടയ്ക്കേണ്ടിയും വരും. ഇതിന് കഴിയാതെ വരുമ്പോഴാണ് കുറഞ്ഞ പലിശയിൽ വായ്പ നൽകുന്ന ദേശസാൽകൃത ബാങ്കുകളെ സാധാരണക്കാർ സമീപിച്ചിരുന്നത്. എന്നാൽ മിക്ക പൊതുമേഖലാ ബാങ്കുകളും ടേക്ക് ഓവർ സംവിധാനം പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിൽ വായ്പക്കായി ഈട് നൽകിയിട്ടുള്ള സ്വർണം ലേലത്തിൽ പോകുമെന്ന സ്ഥിതിയാണ് പലരെയും ആശങ്കപ്പെടുത്തുന്നത്. സ്വർണവില ഇന്ന് 2 തവണയാണ് വ്യത്യാസപ്പെട്ടത്. രാവിലെ കുറഞ്ഞ സ്വർണവില വൈകുന്നേരം കൂടി. ഗ്രാമിന് 110 രൂപ കൂടി 12,955 രൂപയും പവന് 880 രൂപ വർദ്ധിച്ച് 1,03,640 രൂപയുമായി. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണങ്ങൾ സജീവമായി. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചു എന്ന് സേവന പെൻഷൻ വിഭാഗത്തിൽ നിന്നും അറിയിച്ചിരുന്നു. ഇന്നു മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സജീവമായി കയറി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് വൈകുന്നേരമായപ്പോഴേക്കും കൂടുതൽ പേർക്ക് തുക എത്തിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമല്ല കയ്യിലും പെൻഷൻ വിതരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി സജീവമാകും. ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തിയിട്ടുള്ള മേഖലകളിൽ മാത്രമാണ് കയ്യിൽ വിതരണം ഇപ്പോൾ ആരംഭിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് മുഹറം അവധിക്ക് ശേഷം ലഭിക്കുന്നതാണ്. തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങൾ വരുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ തിങ്കളാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം സജീവമാകുക. എന്തായാലും കയ്യിൽ പെൻഷൻ വിതരണം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇന്നു മുതൽ തന്നെ ആരംഭിക്കും. ഇനിയുള്ള അവധി ദിവസങ്ങളാണ് എങ്കിൽ പോലും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിയാൽ അവർ വിതരണം ചെയ്യുന്നതാണ്. നാളെ സംസ്ഥാനത്ത് മുഹറം അവധിയാണ്. ബാങ്കുകളും ട്രഷറിയൊക്കെ അവധിയാണ്. മുഹറം അവധിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പെൻഷൻ എടുക്കാത്ത സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ഉണ്ട്. അത്തരം സർവീസ് സഹകരണ സംഘങ്ങൾ വിതരണം ചെയ്യുന്ന പെൻഷൻ തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം സജീവമാവുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്നു മുതൽ തന്നെ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട്. കയ്യിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കയ്യിൽ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ജൂൺ 30 മറക്കണ്ട. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ജൂൺ 30 ആണ്. മാർച്ച് 31 മുമ്പ് നൽകാത്തവരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, പെൻഷൻ നൽകുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോഴുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയതിന് ശേഷം ഇനി പെൻഷൻ അനുവദിക്കുമ്പോഴും പെൻഷനുമായി ബന്ധപ്പെട്ട് അർഹതാ മാനദണ്ഡ പരിശോധന നടത്തുമ്പോഴും കൃത്യമായിട്ടുള്ള പരിശോധനകളിൽ ചില ഇളവുകൾ വരുത്തും. AC, ചെറിയ കാറുകൾ ഇവയിലെല്ലാം ഇളവ് വരുത്തിക്കൊണ്ടാണ് ഇനി പെൻഷൻ അനുവദിക്കുക. കൂടുതൽ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. മറ്റൊന്ന്, കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 കുറവുള്ള ആളുകൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. ബാങ്കിലായാലും കയ്യിലായാലും കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.